1976 പുറത്തിറങ്ങിയ വിഖ്യാതമായ കൃതിയാണ് ഫോറസ്റ്റ് കാർട്ടർ എഴുതി പ്രസിദ്ധീകരിച്ച ദി എഡ്യൂക്കേഷൻ ഓഫ് ലിറ്റിൽ ട്രീ എന്ന ഓർമ്മക്കുറിപ്പ്. ഒരു ചെറിയ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് എഴുതിയ അതിമനോഹരമായ ഒരു ഗ്രന്ഥമെന്ന നിലയിലാണ് ഈ കൃതി പ്രശസ്തമായത്. എന്നാൽ ഒരു ഡോർമൻ്റ് വിസിൽ ബ്ലോഗറായിരുന്നു ഫോറസ്റ്റ് കാർട്ടർ. ഇത് യഥാർത്ഥത്തിൽ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അതായത് അനീതികളും വംശീയ വിദ്വേഷവും മൗനത്തിൽ സൂക്ഷിച്ച് ഒരു പുതിയ മുഖം സൃഷ്ടിച്ച് ആളുകളെ കബളിപ്പിച്ച വ്യക്തി. അതാണ് കബളിപ്പിക്കൽ. എപ്പോഴും തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. കഥ നടക്കുന്നത് 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ കാലഘട്ടത്തിലാണ്. ടെന്നസി സംസ്ഥാനത്തിലെ അപ്പലേഷ്യൻ മലനിരകളിലെ ഒരു വിദൂര മലയോര പ്രദേശത്ത് നടന്നതായി കരുതുന്ന ഒരു കഥ. ഇത് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമാണെന്നുമൊക്കെ പറയുന്നുണ്ട്. മൊത്തത്തിൽ പുസ്തകം പ്രകൃതിയോടുള്ള ബന്ധം, കുടുംബ സ്നേഹം, സാംസ്കാരിക വ്യത്യാസങ്ങൾ, മാനവികത എന്നിവയെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ലളിതവും കവിതാത്മകവുമായ വിവരണമാണ്. നോക്കൂ, നമ്മൾ കബളിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ്. അമേരിക്കയിലെ ഏറ്റവും പഴയകാല വെള്ളവർഗ മേധാവിത്വം പ്രചരിപ്പിക്കുന്ന തീവ്ര വിദ്വേഷ സംഘടനയാണ് KKK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കു ക്ലക്സ് ക്ലാൻ. ഭീതി, അക്രമം, കൊലപാതകം തുടങ്ങിയവയിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്ന തികഞ്ഞ രഹസ്യ തീവ്രവാദ സംഘടന. ഈ സംഘടനയിലെ സജീവ അംഗമായ ആശ എൽ കാർട്ടറാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് കാർട്ടർ എന്നറിയുന്നത്. അദ്ദേഹം മരണപ്പെട്ട് 12 വർഷങ്ങൾക്ക് ശേഷം തികഞ്ഞ വംശീയവാദിയും അലാബാമ ഗവർണറുമായ ജോർജ് വാലസിൻ്റെ സെഗ്രിഗേഷൻ ഫോറെവർ എന്ന കുപ്രസിദ്ധ പ്രസംഗം എഴുതി തയ്യാറാക്കി കൊടുത്തതും ഫോറസ്റ്റ് കാർട്ടർ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ സംഭവം. വെള്ളക്കാരൻ നേറ്റീവ് അമേരിക്കൻ്റെ ജ്ഞാനവും സ്നേഹവും തന്ത്രപൂർവ്വം വിൽക്കുന്ന തട്ടിപ്പ് മാത്രമായിരുന്നു എഡ്യൂക്കേഷൻ ഓഫ് ലിറ്റിൽ ട്രീ എന്ന പുസ്തകം. അതായത് ഒരു ലിറ്റററി ഹോക്സ് അഥവാ സാഹിത്യ തട്ടിപ്പായിരുന്നു ഈ കൃതി.